MCAയുടെ ക്ലാസ്സിൽ ഔട്ട്കം ടെസ്റ്റിംഗ് ആൻഡ് ഡിസൈനിങ് ഓഫ് അനലോഗ് സർക്യൂട്ട്സ് എന്ന് പറയുന്ന ഔട്ട്കമ്മിൻ്റെ ടോപ്പിക്കുകളാണ് നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ട്രാൻസിസ്റ്റർ എന്ന ടോപ്പിക്കിലെ അടുത്ത ലെസൺ ക്ലാസിഫിക്കേഷൻ ഓഫ് ആംപ്ലിഫയേഴ്സ് ആണ്. ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപയോഗം, ഒരു ആപ്ലിക്കേഷൻ എന്ന് തന്നെ നമുക്ക് പറയാം ആംപ്ലിഫിക്കേഷൻ, ആംപ്ലിഫയറായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ആംപ്ലിഫയറായിട്ടൊരു ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുമ്പോൾ എത്ര തരം ആംപ്ലിഫയറുകൾ, എങ്ങനെയെല്ലാമാണ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറുകളെ തരം തിരിച്ചിരിക്കുന്നത്, ഇതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ട്രാൻസിസ്റ്ററിനെ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയേഴ്സ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അക്കോർഡിംഗ് ടു ദ ഇൻപുട്ട് ഗിവൺ. ഒരു ട്രാൻസിസ്റ്റർ കൈകാര്യം ചെയ്യുന്ന ഇൻപുട്ടിൻ്റെ സ്ട്രെങ്തിനനുസരിച്ച്, ഇൻപുട്ടിൻ്റെ സൈസിനനുസരിച്ചിട്ട് ട്രാൻസിസ്റ്ററിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അക്കോർഡിംഗ് ടു ഔട്ട്പുട്ട്, എന്ത് തരം ഔട്ട്പുട്ടിന് വേണ്ടിയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നനുസരിച്ചിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ദ കോൺഫിഗറേഷൻസ്, നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത 3 കോൺഫിഗറേഷൻസ്, 3 ട്രാൻസിസ്റ്റർ കണക്ഷൻസ്, കോമൺ എമിറ്റർ, കോമൺ ബേസ് ആൻഡ് കോമൺ കളക്ടർ. ആ രീതിയിലെല്ലാം ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കോമൺ എമിറ്റർ ആംപ്ലിഫയർ, കോമൺ ബേസ് ആംപ്ലിഫയർ, കോമൺ കളക്ടർ ആംപ്ലിഫയർ എന്ന് പറയാം. അക്കോർഡിംഗ് ടു ദ ഫ്രീക്വൻസി, ആ ട്രാൻസിസ്റ്റർ കൈകാര്യം ചെയ്യുന്ന, ആംപ്ലിഫൈ ചെയ്യുന്ന ഫ്രീക്വൻസി റേഞ്ച് എത്ര മുതൽ എത്ര വരെ ഉള്ളതാണോ, ഓഡിയോ ഫ്രീക്വൻസികളെയാണോ, റേഡിയോ ഫ്രീക്വൻസികളെയാണോ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആംപ്ലിഫയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അക്കോർഡിംഗ് ടു ഫ്രീക്വൻസി നമുക്ക് ആംപ്ലിഫയറുകളെ ക്ലാസിഫൈ ചെയ്യാം. അക്കോർഡിംഗ് ടു ദ ബയാസിങ് കണ്ടീഷൻ, അക്കോർഡിംഗ് ടു ദ ബയാസിങ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഒരു ആംപ്ലിഫയർ വർക്ക് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് മുഴുവൻ ഇൻപുട്ട് കൊടുത്തിരിക്കുന്ന സിഗ്നലിൻ്റെ മുഴുവൻ ഹാഫ് സൈക്കിളും, അതായത് 360 ഡിഗ്രിയും കണ്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള ആംപ്ലിഫയർ ആണോ, ഒരു ഹാഫ് സൈക്കിളിനെ മാത്രം ആംപ്ലിഫൈ ചെയ്യാനാണോ, ലെസ് ദാൻ എ ഹാഫ് സൈക്കിളാണോ, ഈ രീതിയിലുള്ളതിനെയാണ് അക്കോർഡിംഗ് ടു ബയാസിങ് കണ്ടീഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾക്ക് ഓരോന്നും അനുസരിച്ച് ഏതൊക്കെ തരംതിരിച്ചിരിക്കുന്നു എന്ന് മാത്രം ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ ലെവലായി നോക്കി പോവാം. അതിനുശേഷം വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഓരോന്നായിട്ട് കാറ്റഗറികൾ തരംതിരിച്ച് പഠിക്കാവുന്നതാണ്. അപ്പോൾ അതിന് ഈ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിൻ്റെ ഈ ക്ലാസിഫിക്കേഷൻസ് പറയുമ്പോൾ ഇതൊരു ജനറലൈസ്ഡ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. വേണമെങ്കിൽ നമ്മൾക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് കുറച്ചുകൂടി ക്ലാസിഫിക്കേഷൻസുകൾ കൊടുക്കാം, പല രീതിയിൽ ആപ്ലിക്കേഷൻ അനുസരിച്ച് അങ്ങനെയൊക്കെ കൊടുക്കാം. ഓരോ ഓതേഴ്സും ടെക്സ്റ്റ് ബുക്കുകളിൽ പല രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻസ് കൊടുത്തതായിട്ട് കാണാം. ഏറ്റവും പ്രധാനവും ഏറ്റവും ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു 5 കാറ്റഗറി ക്ലാസിഫിക്കേഷൻസ് ആണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ അക്കോർഡിംഗ് ടു ഇൻപുട്ട്, അക്കോർഡിംഗ് ടു ഔട്ട്പുട്ട്, അക്കോർഡിംഗ് ടു കോൺഫിഗറേഷൻസ്, according to frequency, according to biasing conditions. The first one, according to the input. Based on the input signal, transistor amplifiers are classified into small signal amplifiers and large signal amplifiers. അക്കോർഡിംഗ് ടു ദി ഇൻപുട്ട് സിഗ്നൽ, ഇൻപുട്ട് സിഗ്നലിൻ്റെ വോൾട്ടേജ് ലെവലിനനുസരിച്ച് ട്രാൻസിസ്റ്ററുകളെ 2 കാറ്റഗറികളായി നമ്മൾ ആദ്യം തന്നെ തരംതിരിക്കുന്നു. സ്മോൾ സിഗ്നൽ ആംപ്ലിഫയേഴ്സ് ആൻഡ് ലാർജ് സിഗ്നൽ ആംപ്ലിഫയേഴ്സ്. നെക്സ്റ്റ് കാറ്റഗറി ബേസ്ഡ് ഓൺ ദി ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിനെ അനുസരിച്ചിട്ട് വോൾട്ടേജ് ആംപ്ലിഫയർ, കറൻറ്റ് ആംപ്ലിഫയർ, പവർ ആംപ്ലിഫയർ എന്ന 3 കാറ്റഗറി ആയിട്ട് നമ്മൾക്ക് തിരിക്കാം. കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് സിഗ്നലിൻ്റെ വോൾട്ടേജ് ലെവലിനെ ഉയർത്തി വോൾട്ടേജ് ഔട്ട്പുട്ട് മാത്രമാണ് നമ്മൾ കൂടുതലും കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിനെ വോൾട്ടേജ് ആംപ്ലിഫയർ എന്ന് പറയാം. വോൾട്ടേജിനേക്കാൾ കൂടുതലായി കറൻറ്റ് ആംപ്ലിഫിക്കേഷൻ നമ്മൾ മീൻ ചെയ്യുമ്പോൾ, അതായത് കൂടുതൽ ഇൻസ്ട്രുമെൻറ്റേഷനിലൊക്കെയാണ് കറൻറ്റ് ആംപ്ലിഫയർ വരാറുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ കറൻറ്റ് ആംപ്ലിഫയേഴ്സ് എന്ന് പറയും. വോൾട്ടേജ് ഔട്ട്പുട്ടും കറൻറ്റ് ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്ത് നല്ല പവർ ആയിട്ട് പവർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻറ്റു കറൻ്റ് ആണല്ലോ, അങ്ങനെ രണ്ടും ഒരുപോലെ ഇൻക്രീസ് ചെയ്യാൻ ഒരുപാട് സ്റ്റേജസ് ഓഫ് ആംപ്ലിഫിക്കേഷനൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിനെ പവർ ആംപ്ലിഫയർ എന്ന് പറയും. പവർ ആംപ്ലിഫയേഴ്സാണ് നമ്മൾ സാധാരണഗതിയിൽ മ്യൂസിക് സിസ്റ്റത്തിലൊക്കെ ഉപയോഗിക്കുക. നമ്മൾ പറയാമല്ലേ 40+40 വാട്ട്, 20+20 വാട്ട്, 100 വാട്ട്സ്, 1000 വാട്ട്സ്. ഇപ്പോഴൊക്കെ 40+40, 20+20 ഒന്നും കേട്ട് കേൾവി പോലും ഇല്ല അല്ലേ. നമ്മൾക്ക് 1000 വാട്ട്സും 1500 വാട്ട്സ് അങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങളേ പറയാറുള്ളൂ. അപ്പോൾ അക്കോർഡിംഗ് ടു ദ ഔട്ട്പുട്ട്, വോൾട്ടേജ് ആംപ്ലിഫയർ, കറൻറ്റ് ആംപ്ലിഫയർ ആൻഡ് പവർ ആംപ്ലിഫയർ.
ദെൻ അക്കോർഡിംഗ് ടു ദ ബയാസിങ് കണ്ടീഷൻസ്, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ബയാസിങ് കൊടുത്താൽ മാത്രമാണ് ഒരു ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുക. അക്കോർഡിംഗ് ടു ദ ബയാസിങ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസിസ്റ്ററിന് ബയാസിങ് കൊടുക്കുമ്പോൾ, വോൾട്ടേജുകൾ കൊടുക്കുമ്പോൾ കൊടുക്കുന്ന ഇൻപുട്ടിൻ്റെ മുഴുവൻ ഹാഫ് സൈക്കിളിൽ വർക്ക് ചെയ്യുന്നുണ്ടോ, ഒരു ഹാഫ് സൈക്കിളിൽ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ, മുഴുവൻ സൈക്കിളിലും ഉണ്ടോ, ഒരു ഹാഫ് സൈക്കിളിൽ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ, ലെസ് ദാൻ എ ഹാഫ് സൈക്കിളാണോ വർക്ക് ചെയ്യുന്നത്, ഈ രീതിയിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് ആ രീതിയിൽ ഡിസൈൻ ചെയ്യാം ട്രാൻസിസ്റ്ററിനെ. അപ്പോൾ അതാണ് ക്ലാസ് എ ആംപ്ലിഫയർ. ക്ലാസ് എ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി കണ്ടക്ഷൻ പീരീഡ് ഉണ്ട്. ലേറ്റർ നമ്മൾ ഇതെല്ലാം ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ പേരുകൾ മാത്രം ഞാൻ പറഞ്ഞു പോവുകയാണ്. ക്ലാസ് എ ആംപ്ലിഫയർ, ക്ലാസ് ബി ആംപ്ലിഫയർ, ക്ലാസ് സി ആംപ്ലിഫയർ ആൻഡ് ക്ലാസ് എ ബി ആംപ്ലിഫയർ, ക്ലാസ് ഡി ആംപ്ലിഫയർ. മിക്കവാറും നമ്മൾ ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി ആണ് പറഞ്ഞു പോകാറുള്ളത്. ക്ലാസ് എ ബി എന്ന് പറയുന്നത് പറയാണ്ട് ക്ലാസ് ഡി ആംപ്ലിഫയേഴ്സ് വളരെ വെൽ നോൺ ആംപ്ലിഫയേഴ്സ് ആണ്. പക്ഷെ കൂടുതലും നമ്മളുടെ ഒരു സിലബസ് ഓറിയൻറ്റഡിൽ ക്ലാസ് ഡി അങ്ങനെ ഡിസ്കസ് ചെയ്ത് കാണാറില്ല. ഇനിയും വേണമെങ്കിൽ ക്ലാസിഫിക്കേഷൻസ് ഇതിനെ ബേസ് ചെയ്ത് വരാം. എങ്കിലും പ്രധാനമായും കണ്ടുവരുന്ന ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദി ബയാസിങ് കണ്ടീഷൻ, ക്ലാസ് എ ആംപ്ലിഫയർ, ക്ലാസ് ബി ആംപ്ലിഫയർ, ക്ലാസ് സി ആംപ്ലിഫയർ, ക്ലാസ് എ ബി ആംപ്ലിഫയർ ആൻഡ് ക്ലാസ് ഡി ആംപ്ലിഫയർ. ബേസ്ഡ് ഓൺ ദ കോൺഫിഗറേഷൻ വെരി വെൽ നോൺ ആണ്, നമ്മൾ വളരെയധികം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. കോമൺ എമിറ്റർ ആംപ്ലിഫയർ, കോമൺ ബേസ് ആംപ്ലിഫയർ ആൻഡ് കോമൺ കളക്ടർ ആംപ്ലിഫയർ എന്ന് നമ്മൾ അക്കോർഡിംഗ് ടു ദ ബയാസിങ് ബേസ്ഡ് ഓൺ ദി കോൺഫിഗറേഷൻസ്, അതായത് ഇൻപുട്ട് എവിടെ കൊടുക്കുന്നു, ഔട്ട്പുട്ട് എവിടെ എടുക്കുന്നു. ഇൻ കോമൺ എമിറ്റർ ആംപ്ലിഫയർ ഇൻപുട്ട് ഈസ് ഗിവൺ ടു ബേസ് ആൻഡ് ഔട്ട്പുട്ട് ഈസ് ടേക്കൺ ഫ്രം കളക്ടർ, മീൻസ് കളക്ടർ ടു എമിറ്റർ, ബേസ് ടു എമിറ്റർ ഇൻപുട്ട്, കളക്ടർ ടു എമിറ്റർ ഔട്ട്പുട്ട്. കോമൺ ബേസ് മീൻസ് emitter input, collector output. Common collector means collector is the common, then IE, emitter is the base is the input and emitter is the output. അപ്പോൾ കോമൺ എമിറ്റർ ആംപ്ലിഫയർ, കോമൺ ബേസ് ആംപ്ലിഫയർ ആൻഡ് കോമൺ കളക്ടർ ആംപ്ലിഫയർ, ഇതിന് ഓരോ ആംപ്ലിഫയറിൻ്റെയും കോമൺ എമിറ്റർ ആയിട്ടുള്ളപ്പോഴുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, അത് കോൺഫിഗറേഷൻ്റെ അതേപോലെ തന്നെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് കോമൺ എമിറ്ററിനും CE ആംപ്ലിഫയർ, CB ആംപ്ലിഫയർ, CC ആംപ്ലിഫയർ മൂന്നിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് കമ്പാരിസണും നമ്മൾക്കിതിൽ പഠിക്കേണ്ടതാണ്. അടുത്തത് ബേസ്ഡ് ഓൺ ദ ഫ്രീക്വൻസി. ബേസ്ഡ് ഓൺ ഫ്രീക്വൻസി ഒരു വൈഡായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു ക്ലാസിഫിക്കേഷൻ മാത്രമേ പറഞ്ഞുള്ളൂ. ഒന്ന്, ഓഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ. 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയുള്ളതിനെയാണ് ഓഡിയോ ഫ്രീക്വൻസി സിഗ്നൽസ് എന്ന് പറയുന്നത്, ഓഡിബിൾ ആയിട്ടുള്ള. അപ്പോൾ ആ ഓഡിയോ ഫ്രീക്വൻസികളെ മാത്രം കൈകാര്യം ചെയ്യുന്ന ആംപ്ലിഫയേഴ്സ്. റേഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയേഴ്സ്, വെരി ഹൈ ഫ്രീക്വൻസി, അൾട്രാ ഹൈ ഫ്രീക്വൻസി ഒക്കെ ഉള്ള ഇൻകമ്മിങ് സിഗ്നൽസ് ഉണ്ടല്ലോ, റേഡിയോ സിഗ്നൽസ്, TV-യിലുള്ള സിഗ്നൽസൊക്കെ ഇൻകമ്മിങ് സിഗ്നൽസ് വെരി ഹൈ ഫ്രീക്വൻസിയാണ്. അവയെ റെസ്പോണ്ട് ചെയ്യുന്ന അതിനനുസരിച്ചിട്ടുള്ള ആംപ്ലിഫയേഴ്സ് വേണം. അപ്പോൾ അങ്ങനെയുള്ള RF ആംപ്ലിഫയേഴ്സ്, റേഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയേഴ്സ് അഥവാ RF ആംപ്ലിഫയേഴ്സ്. ഇന്ന് ഏതൊരു റിസീവർ സർക്യൂട്ടിലും ഒരു ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആംപ്ലിഫയേഴ്സ് കാണാറുണ്ട്. അതാണ് ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആംപ്ലിഫയേഴ്സ്. ദെൻ DC ആംപ്ലിഫയർ. DC ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ആംപ്ലിഫയേഴ്സ് തന്നെയാണ്. ആക്ച്വലി ഇതിൽ DC ആംപ്ലിഫയർ എന്നും കൂടി ഞാൻ പറയാൻ കാരണം ചെറിയ ചെറിയ റിപ്പിൾസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ആംപ്ലിഫൈ ചെയ്യാനുള്ളതാണ്. അത് വളരെ ഒരു ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ട ഒരു ആംപ്ലിഫയർ തന്നെയാണ് DC ആംപ്ലിഫയർ. ആക്ച്വലി അക്കോർഡിംഗ് ടു ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ DC എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫ്രീക്വൻസി 0 ആണെന്ന്. എങ്കിലും ആ ഒരു ഫ്രീക്വൻസി കാറ്റഗറിയിൽ അത് വന്നിരിക്കുകയാണ്. എന്തായാലും AF ആംപ്ലിഫയർ, RF ആംപ്ലിഫയർ, IF ആംപ്ലിഫയർ മാത്രം പറയാം. DC ആംപ്ലിഫയർ വേണമെങ്കിൽ നമുക്കൊരു പ്രത്യേക കാറ്റഗറി ആയിട്ട് പറയാം. ജസ്റ്റ് നമ്മൾ ഇനി നേരത്തെ പറഞ്ഞു പോയ വോൾട്ടേജ് ആംപ്ലിഫയർ, these most common amplifiers used in electronic devices. Current amplifiers, these amplifiers increase the amplitude of the input current compared to input current waveform. Power amplifier, purpose of the power amplifiers is to increase the power, that is the product of output voltage and current is greater than the product of input voltage and current. Power as a whole എല്ലാം ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് നോക്കി പോകാൻ വേണ്ടി, ഇതിൽ വെറുതെ ഉള്ള ഒരു സിമ്പിളൈസ്ഡ് ഡയഗ്രാംസ് ആണ്, അല്ലാതെ ഇതൊന്നും ഇങ്ങനെയാണ് എന്നുള്ളതല്ല. ജസ്റ്റ് അതിൻ്റെ ഒരു കാര്യങ്ങൾ വേണേൽ നോക്കാം. ഓഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയേഴ്സ്, ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആംപ്ലിഫയേഴ്സ്, റേഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയേഴ്സ്,
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ആംപ്ലിഫയറിൻ്റെ ക്ലാസിഫിക്കേഷൻസ് പറയുമ്പോൾ ഒരു ജനറലൈസ്ഡ് ക്ലാസിഫിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. വേണമെങ്കിൽ മോസ്റ്റ് നമുക്ക് ഒരുപാട് സ്പെഷ്യൽ ആപ്ലിക്കേഷൻ അനുസരിച്ചൊക്കെ അതിന് എന്താ പറയുക ക്ലാസിഫിക്കേഷൻ പറയാം. അൾട്രാസോണിക് സൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേമാണ്. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന അൾട്രാസോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രീക്വൻസി ലെവലുണ്ട്. ആ ഫ്രീക്വൻസിയിൽ ഉപയോഗിക്കുന്ന ആംപ്ലിഫയേഴ്സ് ഉണ്ട്. ആക്ച്വലി നമ്മൾക്ക് മെഡിക്കൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. അവർ കൂടുതലും മെഡിക്കൽ എക്യുപ്മെൻറ്റുകളെ കുറിച്ച് പഠിക്കുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ അവിടെയൊക്കെ ഡീൽ ചെയ്യുന്നതാണ് ഈ അൾട്രാസോണിക് ആംപ്ലിഫയേഴ്സൊക്കെ. ആ ഒരു ട്രേഡിൽ വൈഡ് ബാൻഡ് ആംപ്ലിഫയേഴ്സ്, വീഡിയോ ആംപ്ലിഫയേഴ്സിൽ വരുന്നതാണ്. ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയർ ഓർ DC ആംപ്ലിഫയേഴ്സ്, വീഡിയോ ആംപ്ലിഫയർ. നമ്മൾക്ക് ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ സൗണ്ടുമായിട്ട് മാത്രം ബന്ധപ്പെട്ട് ചിന്തിച്ചാൽ പോരല്ലോ. TV ഒക്കെ വരുമ്പോൾ അതിനകത്ത് വീഡിയോ സിഗ്നൽസ് ഉണ്ട്. അതിൻ്റെയും വോൾട്ടേജ് ലെവൽ, കറണ്ട് ലെവലൊക്കെ ഉയർത്തേണ്ട കാര്യങ്ങൾ വരും. അപ്പോൾ വീഡിയോ ആംപ്ലിഫയർ ഉണ്ട്. ബഫർ ആംപ്ലിഫയേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി രണ്ട് ആംപ്ലിഫയറുകളുടെ ഇൻ ബിറ്റ്വീൻ മിഡിലിൽ നമ്മൾ സിഗ്നൽ ട്രാൻസ്ഫറിങ്ങിന് വേണ്ടി മാത്രം കൊടുക്കുന്ന ഒരു ആംപ്ലിഫയേഴ്സാണ്. ആക്ച്വലി നമ്മളിതെല്ലാം ഡിസ്കസ് ചെയ്തു പോകുന്നതാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട്. ഓപ്പറേഷണൽ ആംപ്ലിഫയർ അഥവാ ഓപ്പ് ആംപ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഒരുപാട് വൈഡ് യൂസ് ആയിട്ടുള്ള ഒരു ഡിവൈസാണ്. ഒരു ചിപ്പിൽ ആംപ്ലിഫയർ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നതാണ് ഓപ്പാമ്പ് ചിപ്പ്. ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഓപ്പാമ്പ് എന്നാണ് നമ്മൾ കൂടുതൽ പറയുന്നത്. ഇത് ഒരുപാട് വെറൈറ്റി ഓഫ് ആപ്ലിക്കേഷൻ ഉണ്ട്. ദെൻ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയേഴ്സ് ആണ് ഇതെല്ലാം തന്നെ. ജസ്റ്റ് ഇനി നമ്മൾ ആംപ്ലിഫയേഴ്സ് ക്ലാസിഫിക്കേഷനൊക്കെ പറഞ്ഞപ്പോൾ വാട്ട്സ് ആൻ ആംപ്ലിഫയർ എന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത് നമ്മൾ ലാസ്റ്റിലേക്ക് കൊണ്ടുവച്ചിരിക്കുകയായിരുന്നു. ഇത്രയും പറയുമ്പോൾ തന്നെ നമ്മൾക്ക് അറിയാം അതെ ആംപ്ലിഫയർ എന്താണെന്ന് ആക്ച്വലി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു ഇൻപുട്ട് സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് സാധാരണ രീതിയിൽ നമ്മൾ ആംപ്ലിഫയറിൻ്റെ ഒരു സിംബലൈസ് ആയിട്ട് കാണിക്കുക. അപ്പോൾ ഒരു ഇൻപുട്ട് സിഗ്നൽ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്, ഔട്ട്പുട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇൻപുട്ട് സിഗ്നലിൻ്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഓൾട്ടർനേഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് ലെവൽ ഉയർത്തിയിട്ടുള്ളതാണ് ഈ ഔട്ട്പുട്ട് സിഗ്നൽ. ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, ടൈം പീരീഡ് ഇതെല്ലാം CROയെ പറ്റി ഓർക്കണം. CROയിൽ നമ്മൾ വേവ് ഫോമൊക്കെ കണ്ടതാണ്. ആംപ്ലിറ്റ്യൂഡ് കൂടുക കുറയുക, ഫ്രീക്വൻസി കൂടുക കുറയുക എന്നൊക്കെ പറഞ്ഞാൽ ഉടനെ മനസ്സിലേക്ക് വരേണ്ടതാണ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ്, ഈ വോൾട്ടേജ് ലെവലാണ്. കണ്ട് ചെറിയ ആംപ്ലിറ്റ്യൂഡ്, ഇത് ഹൈ ആംപ്ലിറ്റ്യൂഡ്. ഒരു ആംപ്ലിഫയറിനെ സംബന്ധിച്ച് നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റ് ഉണ്ട് കേട്ടോ. ഒരു ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഈ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് സിഗ്നലിൻ്റെ കറണ്ട് ലെവൽ ഉയർത്തുക, വോൾട്ടേജ് ലെവൽ ഉയർത്തുക, അല്ലെങ്കിൽ രണ്ടും, അതായത് പവർ ലെവൽ ഉയർത്തുക. പക്ഷേ ഈ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് സിഗ്നലിൻ്റെ ഷേപ്പിനോ അതിൻ്റെ ഫ്രീക്വൻസിക്കോ വ്യത്യാസം വരാൻ പാടില്ല. അതായത് നമ്മളിങ്ങനെ ഒരു നല്ലൊരു സൈൻ വേവ് ഇവിടെ കൊടുത്തിട്ട് ആംപ്ലിഫൈ ചെയ്ത് കിട്ടുന്നത് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു ബൾജിങ് അങ്ങനെയൊക്കെ വന്നാൽ അതിന് ഡിസ്റ്റോർഷൻ എന്ന് പറയും. ആംപ്ലിഫയറുകളിൽ പല റീസൺ കൊണ്ട് ഇൻപുട്ട് സിഗ്നലിന് ഡിസ്റ്റോർഷനുള്ള ഔട്ട്പുട്ട് ആംപ്ലിഫൈ ഒക്കെ ചെയ്യും. പക്ഷേ ചിലപ്പോൾ പീക്ക് കട്ട് ചെയ്ത് പോവുക, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള വേരിയേഷൻസ് വരിക ഷേപ്പിന്, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഡിസ്റ്റോർഷൻ എന്ന് പറയും. അപ്പോൾ ആംപ്ലിഫയറിൽ വരുന്ന ഒരു ഡ്രോബാക്കാണ് ഡിസ്റ്റോർഷൻ ഇൻ ആംപ്ലിഫയേഴ്സ്. അത് തന്നെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഒരുപാട് ടൈപ്പ് ഡിസ്റ്റോർഷൻസ് ഉണ്ട്. അപ്പോൾ കറണ്ട് ലെവൽ, വോൾട്ടേജ് ലെവൽ ഉയർത്തുക എന്നുള്ള മാത്രമേ ഉള്ളൂ, വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ഷേപ്പ് ആൻഡ് ഫ്രീക്വൻസി. ആ പോയിൻ്റ് കൂടെ നോട്ട് ചെയ്യണം. അപ്പോൾ വാട്ട്സ് ആൻ ആംപ്ലിഫയർ? മോസ്റ്റ് ഓഫ് ദ ഇലക്ട്രോണിക് സിസ്റ്റം റിക്വയർ അറ്റ്ലീസ്റ്റ് വൺ സ്റ്റേജ് ഓഫ് ആംപ്ലിഫിക്കേഷൻ. Hence, amplifiers can be seen in almost all the electronic devices. Amplifiers are the devices that increase the amplitude of the input signal. Amplifiers are the devices that increase the amplitude of the input signal. Amplifiers increase only the amplitude and the other parameters such as frequency and shape remain കോൺസ്റ്റൻറ്റ്. ഫ്രീക്വൻസിയും ഷേപ്പും എന്തായിരിക്കണം? കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഒൺലി അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ലെവൽ, അതായത് കറൻറ്റ്, വോൾട്ടേജ്, പവർ, ഇതാണ് ആംപ്ലിഫൈ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഡിസ്റ്റോർഷൻ ഉണ്ടാവുമെന്ന് നമ്മൾ പറയും. ഫ്രീക്വൻസി മാറാൻ പാടില്ല, ഷേപ്പും മാറാൻ പാടില്ല. മീൻസ് ഷേപ്പ് മാറാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇൻവേർട്ടഡ് വരും, അതിന് ഷേപ്പ് അതെന്നല്ല പറയുന്നത്. ഫേസ് റിലേഷനിൽ വ്യത്യാസം വരും. നേരത്തെ പറഞ്ഞല്ലോ, കോമൺ എമിറ്റർ ആംപ്ലിഫയറിൽ ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട് കിട്ടും, ബട്ട് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും. കോമൺ എമിറ്ററിൽ മാത്രമാണ് ഫേസ് റിവേഴ്സലുള്ളത്. അപ്പോൾ ഇത് ആംപ്ലിഫയറിൻ്റെ ഡെഫിനിഷനും ആംപ്ലിഫയറിനെ സംബന്ധിക്കുന്ന മറ്റു ചില കാര്യങ്ങളുമാണ്.
അപ്പോൾ ഇതിൽ എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുള്ളതാണെങ്കിൽ വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് ആംപ്ലിഫയേഴ്സ് എന്നുള്ളതാണ്. ഇന്ന് നമ്മൾക്ക് പറയാനുള്ളത്, നമ്മൾ ഇനിയും ജൂൺ 2nd വീക്കോ ഫസ്റ്റ് വീക്കിൽ നിങ്ങൾ ITയിൽ എത്തുന്ന കാര്യം സാധ്യമാവുമോ എന്ന് നമ്മൾക്കിപ്പോഴും അറിയില്ല. 2nd വീക്കിൽ നമ്മൾക്ക് പ്രതീക്ഷിക്കാം. എപ്പോഴും നമ്മളൊരു ഹോപ്പ് അല്ലെങ്കിൽ ഒരു ശുഭപ്രതീക്ഷയുമായി പോവുക എന്നുള്ളതാണ്. അപ്പോൾ മാസ്കൊക്കെ ധരിച്ച്, അതിൽ ഇത്തിരി ബുദ്ധിമുട്ടുകളുണ്ടാവും, പക്ഷെ അത് മാസ്കൊക്കെ ധരിച്ച് നിങ്ങൾ വളരെ റെഡിയായിട്ട് അതിനുള്ള ഒരു യൂഷ്വൽ പ്രാക്ടീസാക്കി മാറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. അവസാനമാണ് ഞാൻ ആംപ്ലിഫയർ എന്താണെന്ന് കൊടുത്തത്. അപ്പോൾ ആംപ്ലിഫയർ എന്താണെന്നുള്ള ഡെഫിനിഷൻ തൊട്ട് വേണം ഇതിൻ്റെ നോട്ട് തയ്യാറാക്കാൻ. ആംപ്ലിഫയർ, വാട്ട്സ് ആൻ ആംപ്ലിഫയർ, ക്ലാസിഫിക്കേഷൻ ഓഫ് ആംപ്ലിഫയേഴ്സ്, ഇങ്ങനെ നല്ല രീതിയിലുള്ളൊരു നോട്ടായിരിക്കണം തയ്യാറാക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.